എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ കുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഥ തൃതീയോധ്യായ, രണ്ടാമത്തെ സ്കന്ധത്തിലെ മൂന്നാമത്തെ അധ്യായമാണ് സ്ഥൂലധ്യാന നിരൂപണവും ദേവോപാസനയും. ശ്രീശുകൻ അരുളി ചെയ്തു, രാജർഷേ, ആസന്ന മൃത്യുവായവർക്ക് കരണീയമായിട്ടുള്ളത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു. ഇനി ഞാൻ ഉപാസനാവിധികളെക്കുറിച്ച് പറഞ്ഞു തരാം. ബ്രഹ്മ തേജസ്സിനെ കാക്ഷിക്കുന്നവർ ബ്രഹ്മണസ്പതിയെ, അതായത് ബൃഹസ്പതിയെ ഉപാസിക്കണം. ഇന്ദ്രിയപ്രീതി കാക്ഷിക്കുന്നവർ ഇന്ദ്രനെയും, സന്തതികളെ ആഗ്രഹിക്കുന്നവർ പ്രജാപതിമാരെയും ഉപാസിക്കണം. ഐശ്വര്യത്തിനായി മായാദേവിയെയും, തേജസ്സിനായി അഗ്നിദേവനെയും, ധനത്തിനായി അഷ്ടവസുക്കളെയും, വീര്യത്തിനായി രുദ്രന്മാരെയും ഉപാസിക്കണം. അന്നാദികൾ കാക്ഷിക്കുന്നവർ അതിഥിയെയും, സ്വർഗകാമികൾ അതിഥിസുതന്മാരെയും, രാജ്യകാമികൾ വിശ്വേദേവന്മാരെയും, ജനപ്രീതി കാക്ഷിക്കുന്നവർ സാധ്യന്മാരെയും, ദീർഘായുസിനെ കാക്ഷിക്കുന്നവർ അശ്വിനീദേവന്മാരെയും, പുഷ്ടിയെ ആഗ്രഹിക്കുന്നവർ, അതായത് അഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്നവർ ഭൂമിദേവിയെയും, സ്ഥിരതയെ ആഗ്രഹിക്കുന്നവർ ലോകമാതാക്കളായ ദ്യാവാ പൃഥ്വികളെയും ഉപാസിക്കണം. രൂപാദി ഗുണങ്ങളെ കാക്ഷിക്കുന്നവർ ഗന്ധർവന്മാരെയും, സ്ത്രീകളെ കാക്ഷിക്കുന്നവർ ഉർവശി എന്ന അപ്സരസിനെയും, സർവാധിപത്യം കാക്ഷിക്കുന്നവർ ബ്രഹ്മാവിനെയും, സൽകീർത്തിയെ കാക്ഷിക്കുന്നവർ യജ്ഞദേവനെയും, ധനസമ്പത്തിനെ കാക്ഷിക്കുന്നവർ വരുണനെയും, ജ്ഞാനത്തെ കാക്ഷിക്കുന്നവർ ശിവനെയും, ദാമ്പത്യ സൗഖ്യം കാക്ഷിക്കുന്നവർ ശ്രീപാർവതിയെയും, ധർമ്മത്തെ കാക്ഷിക്കുന്നവർ വിഷ്ണുവിനെയും, വംശാഭിവൃദ്ധിയെ കാക്ഷിക്കുന്നവർ പിതൃക്കളെയും, ബാധാമോചനം കാക്ഷിക്കുന്നവർ യക്ഷന്മാരെയും, ഓജസ്സിനെ കാക്ഷിക്കുന്നവർ മരുത്തുക്കളെയും ഉപാസിക്കണം. രാജ്യത്തെ കാക്ഷിക്കുന്നവർ മനുക്കളെയും, ശത്രുനാശം കാക്ഷിക്കുന്നവർ നിർവൃതിയെയും, കാമമെന്ന പുരുഷാർത്ഥത്തെ കാമിക്കുന്നവർ സോമനെയും, അതായത് ചന്ദ്രനെയും, വിരക്തനായവർ പുരുഷോത്തമനെയും ഉപാസിക്കണം. വിരക്തനായാലും സകാമിയായാലും മോക്ഷാർത്ഥിയായാലും അവൻ സർവശക്തിയും ഉപയോഗിച്ച് ഭക്തിയോഗം കൊണ്ട് ഭഗവാൻ നാരായണനെ ഉപാസിക്കണം. ഇവിടെ നാനാവിധ ദേവന്മാരെ ഉപാസിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഭാഗവതോത്തമന്മാരുടെ സംസർഗം കൊണ്ട് ഭഗവാനിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. രാഗദ്വേഷാദികളെ നശിപ്പിക്കുക, ശബ്ദാദി വിഷയങ്ങളിൽ വിരക്തി ജനിപ്പിക്കുക, ആത്മപ്രസാദം നൽകുക, കൈവല്യബന്ധാവായ ഭക്തിയോഗം ഉദിപ്പിക്കുക മുതലായ ഗുണങ്ങളോടുകൂടിയ ഭഗവത് കഥകളിൽ ആരാണ് ലയിക്കാതിരിക്കുക? ശൗനകൻ ചോദിച്ചു. ശ്രീശുക ബ്രഹ്മർഷിയുടെ ഈ ഉപദേശം കേട്ടിട്ട് പരീക്ഷിത്ത് അദ്ദേഹത്തോട് പിന്നെന്തു ചോദിച്ചു? അല്ലയോ ജ്ഞാനിയായ സൂത, ഭഗവത് ചരിതം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളോട് അവിടുന്ന് അതെല്ലാം പറഞ്ഞു തന്നാലും. സജ്ജനങ്ങളുടെ സദസ്സിലാണല്ലോ ഹരികഥാമൃതം ആലപിക്കേണ്ടത്. ബാല്യകാലത്ത് കളിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണനെ അനുകരിച്ചിരുന്ന പരീക്ഷിത്ത് ഭാഗവതോത്തമനാണെന്ന കാര്യം വളരെ പ്രസിദ്ധവുമാണല്ലോ. നാരായണ ഭക്തനും വ്യാസപുത്രനും സർവജ്ഞനുമായ ശ്രീശുകൻ സജ്ജനങ്ങളോട് സംഗമിച്ചാൽ ഭഗവാന്റെ മഹാത്മ്യം കീർത്തിക്കുന്ന ഭാഷണങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. അല്പസമയമെങ്കിലും ഭഗവാന്റെ കഥാമൃതം ശ്രവിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടാത്തവരുടെ എല്ലാം ആയുസ്സിനെ നിത്യവും ഉദയാസ്തമയങ്ങളെ പ്രാപിക്കുന്ന ആദിത്യൻ അപഹരിക്കുന്നു. മരങ്ങളും ജീവിക്കുന്നുണ്ടല്ലോ. കൊല്ലൻ്റെ ഉല പോലും വായുവിനെ അകത്തേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നില്ലേ? നാട്ടുമൃഗങ്ങളും കാട്ടുമൃഗങ്ങളും എല്ലാം തിന്നുകയും കുടിക്കുകയും ഇണചേരുകയും എല്ലാം ചെയ്യുന്നില്ലേ? ഭഗവാന്റെ പുണ്യം നിറഞ്ഞ കഥാമൃതം ഒരിക്കലെങ്കിലും ശ്രവിച്ചിട്ടില്ലാത്തവരുടെ ജീവിതം പന്നി, ഒട്ടകം, കഴുത, നായ മുതലായവയുടെ ജീവിതത്തിന് തുല്യം തന്നെയാണ്. ഭഗവാന്റെ അവദാനങ്ങൾ ശ്രവിക്കാത്തവൻ്റെ കാതുകൾ 2 മാളങ്ങൾക്ക് തുല്യവും, ആലപിക്കാത്തവൻ്റെ നാവ് തവളയുടെ നാവ് പോലെ ദുശബ്ദജനകവുമാണ്. ഭഗവാന്റെ തൃപ്പാദങ്ങളെ ഒരു തവണയെങ്കിലും നമിക്കാത്തവൻ്റെ ശിരസ് കിരീടമണിഞ്ഞതാണെങ്കിൽ പോലും കേവലം ഭാരം മാത്രമാണ്.
ഹരിപൂജ ചെയ്യാത്തവൻ്റെ കൈകൾ പൊൻവളയണിഞ്ഞതാണെങ്കിൽ പോലും നിർജീവങ്ങളാണ്. വിഷ്ണുവിൻ്റെ പ്രതിമകളെ ദർശിക്കാത്തവൻ്റെ നേത്രങ്ങൾ മയിൽപ്പീലി കണ്ണുപോലെ പ്രയോജനരഹിതങ്ങളാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ പ്രദക്ഷിണം നടത്താത്തവൻ്റെ പാദങ്ങൾ വൃക്ഷക്കൊമ്പുകൾക്ക് സമാനമാണ്. യാതൊരുവനാണോ ഭഗവത് ഭക്തന്മാരുടെ പാദരേണുക്കളെ ഒരിക്കലെങ്കിലും സ്പർശിക്കാത്തത് അവൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും മരിച്ചതിന് തുല്യമാണ്. യാതൊരുവനാണോ വിഷ്ണുവിനെ പൂജിച്ച തുളസിയുടെ ഗന്ധമറിയാത്തത് അവൻ ശ്വസിക്കുന്ന ശവമാകുന്നു. യാതൊരുവനാണോ ഹരിനാമകീർത്തനങ്ങളിൽ ലയിക്കാൻ വിമുഖത കാണിക്കുന്നത് അവൻ്റെ ഹൃദയം കരിങ്കല്ലു തന്നെയാണ്. ഹരികഥാമൃതം കേൾക്കുമ്പോൾ കണ്ണുകളിൽ ആനന്ദാശ്രവും ശരീരമാകെ രോമാഞ്ചവും ഉണ്ടാകുന്ന ഭാഗ്യവാന്റെ ജീവിതം ധന്യം തന്നെയാണ്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ തൃതീയോധ്യായഃ. അങ്ങനെ രണ്ടാമത്തെ സ്കന്ധത്തിലെ 3-ാം അധ്യായം സമാപിച്ചു. ഇനി 4-ാം അധ്യായം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.